ഇന്ത്യയുടെ എനർജി റവല്യൂഷനെ പറ്റി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ എനർജി റവല്യൂഷനിലെ ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകളെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു വലിയ സോളാർ ഫാമുകളോ അല്ലെങ്കിൽ വലിയ വിൻഡ് മില്ലുകളോ ഒക്കെയാണ്. തീർച്ചയായിട്ടും അത് തെറ്റൊന്നുമല്ല. പക്ഷേ നിങ്ങൾ നോക്കുന്നത് എനർജി ഉണ്ടാക്കുന്ന കമ്പനികളെ മാത്രമാണ്. ആരും കാണാതെ രാജ്യത്തിന്റെ മൊത്തത്തിൽ റീവയർ ചെയ്യുന്ന കോടിക്കണക്കിന് രൂപയുടെ ഒരു സൈലന്റ് റവല്യൂഷൻ കൂടി ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട്. നമ്മൾ കറണ്ട് ബില്ല് അടച്ചിരുന്ന ആ ഒരു പഴയ സിസ്റ്റം മാറിയിരിക്കുകയാണ്. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള രണ്ട് സൈഡിലേക്കും വർക്ക് ചെയ്യുന്ന എനർജി മാർക്കറ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പുതിയ ഗ്രിഡിന്റെ ഫിനാൻഷ്യൽ ഡിജിറ്റൽ ബാക്ക് ബോൺ, അതായത് സ്മാർട്ട് മീറ്ററുകൾ, ഡിജിറ്റൽ ഗ്രിഡുകൾ, എനർജി സ്റ്റോക്ക് മാർക്കറ്റുകൾ, ഇതൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളെ പറ്റി ആരും സംസാരിക്കുന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ ഈ പുതിയ എനർജി എക്കണോമിയുടെ നട്ടെല്ലായ, എന്നാൽ അധികമാരും ശ്രദ്ധിക്കാത്ത വളരെയേറെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. നാളെ ഇത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒന്നാം പേജിൽ വാർത്തയാകുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റോക്കുകളെ പറ്റി മനസ്സിലാക്കിയിരിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ എനർജി മാർക്കറ്റിന്റെ ആ ഒരു വലിപ്പമാണ്. കൂടുതൽ എനർജി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, ഡിമാൻഡിലുള്ള ആ ഒരു ഭീകരമായിട്ടുള്ള വർധനവ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിട്ടുള്ള ഇന്ത്യക്ക് എനർജി കൂടിയേ തീരുകയുള്ളൂ. നമുക്ക് പീക്ക് പവർ ഡിമാൻഡ് 256 ഗിഗാവാട്ടായിട്ട് ഈ അടുത്ത് മാറിയിരുന്നു. സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി പറയുന്നത് 2030 ആകുമ്പോഴേക്കും ഇത് 350 ഗിഗാവാട്ടായിട്ട് ഉയരും എന്നാണ്. ഓർക്കണം, ഈ ഒരു പുതിയ ഡിമാൻഡ് വരുന്നത് ഡാറ്റാ സെന്ററുകൾ, ഇലക്ട്രിഫൈഡ് റെയിൽവേകൾ, പിന്നെ താമസിയാതെ എല്ലായിടത്തും വരാൻ പോകുന്ന ആയിരക്കണക്കിന് EV ചാർജിംഗ് സ്റ്റേഷനുകൾ, ഇവയിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെയാണ് ഈ പ്രശ്നം. നമ്മുടെ ഇപ്പോഴത്തെ പവർ ഗ്രിഡ് വളരെ പഴയതാണ്. അതായത് കുറച്ച് വലിയ പവർ പ്ലാന്റുകളിൽ നിന്ന് ഒരു സൈഡിലേക്ക് മാത്രം കറണ്ട് അയക്കുന്ന സിമ്പിൾ സിസ്റ്റത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ ഒരു ട്രാൻസ്മിഷൻ മെത്തേഡാണ്. സോളാർ പാനലുകളിൽ നിന്ന് കറണ്ട് തിരികെ ഗ്രിഡുകളിലേക്ക് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ കാറ്റിൽ നിന്നോ സൗരോർജ്ജത്തിൽ നിന്നുള്ള എനർജിയുടെ ഏറ്റക്കുറച്ചിൽ മാനേജ് ചെയ്യാനോ ഒന്നും ഇത്തരത്തിലുള്ള ഗ്രിഡുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊരു വലിയ റിസ്ക് ഉണ്ടാക്കുകയാണ്. ഗ്രിഡിന്റെ സ്റ്റെബിലിറ്റി കുറയും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ ഗവൺമെന്റ് ഒരു വലിയ പ്ലാനുമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. 2021 തുടങ്ങിയ റീവാംഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീം അഥവാ RDS ഒരു വലിയ പ്രോജക്റ്റ് ആണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ പദ്ധതിക്ക് 3,03,758 കോടിയുടെ ബഡ്ജറ്റ് ഉണ്ട്. ഏകദേശം 97,631 കോടി സെൻട്രൽ ഗവൺമെന്റ് ഡയറക്ട് സപ്പോർട്ടാണ്. ഒരു ചെറിയ നവീകരണമല്ല ഇന്ത്യൻ എനർജി ഇൻഫ്രാസ്ട്രക്ചറിൽ വരാൻ പോകുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അടിമുടി മാറ്റമാണ് വരുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ ഒരു മാറ്റം ഇന്ത്യൻ എനർജി സെക്ടറിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റികൾ ഒന്നാണ്. അപ്പോ റിയൽ മണി എനർജി ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല, മാനേജ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഡിജിറ്റൈസ് ചെയ്യാനും സഹായിക്കുന്ന കമ്പനികളിലാണ് ഒളിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ എവിടെയാണ് നോക്കേണ്ടത്? ആദ്യത്തെ ഹിഡൻ ഇക്കോസിസ്റ്റം ഈ പുതിയ ഗ്രിഡിന്റെ തലച്ചോറും വെയിൻസും ഒക്കെ ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ അതാണ് സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ. പതിറ്റാണ്ടുകളായി നിങ്ങളുടെ ഇലക്ട്രിസിറ്റി മീറ്റർ മാസത്തിൽ ഒരിക്കൽ നോക്കുന്ന വെറും ബോക്സ് ആയിരുന്നു. എന്നാൽ സ്മാർട്ട് മീറ്റർ ഡിജിറ്റൽ ആയിട്ടുള്ള രണ്ട് സൈഡിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ്. നിങ്ങൾ എത്ര കറണ്ട് ഉപയോഗിക്കുന്നു അത് റിയൽ ടൈമിൽ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി കമ്പനി അറിയിക്കുന്നു. മോഡേൺ ഗ്രിഡിന്റെ ബേസിക് ടെക്നോളജിയാണ് ഇത്. പവർ തെഫ്റ്റ് കുറയ്ക്കാനും പീക്ക് അവറുകളിൽ ഡിമാൻഡ് കൺട്രോൾ ചെയ്യാനും നിങ്ങളുടെ സ്വന്തം റൂഫിൽ നിന്ന് എക്സ്ട്രാ സോളാർ എനർജി വിറ്റ് കാശുണ്ടാക്കാനും പറ്റുന്ന ഒരു ഫ്യൂച്ചറിന് വഴിയൊരുക്കാനും എനർജി കമ്പനികളെ സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഗവൺമെന്റിന് ഈ കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. RDSS പ്രകാരം രാജ്യത്തുടനീളം 25 കോടി സ്മാർട്ട് പ്രീപെയ്ഡ് മീറ്ററുകൾ വെക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്രോജക്ടുകളിൽ ഒന്നാണ്. വലിയൊരു ടാസ്ക് ആണ്. ഒരുപാട് പ്രാക്ടിക്കൽ ചലഞ്ചുകളുണ്ട്. പക്ഷെ ഡയറക്ഷൻ ക്ലിയർ ആണ്. ചില പ്രത്യേക കമ്പനികൾക്ക് വലിയ മൾട്ടി ഇയർ ഓർഡറുകളുടെ ഒരു ഫ്ലോ തന്നെ വരാനുണ്ട് എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് രഹസ്യം. ഇവിടെയുള്ള മെയിൻ പ്ലേയേഴ്സിൽ ഒരാളാണ് ജീനസ് പവർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. ഇത്ര കോമൺ ആയിട്ട് കേൾക്കുന്ന പേരല്ല, പക്ഷേ സ്മാർട്ട് മീറ്ററിംഗ് ലോകത്ത് ഒരു ഭീമൻ കമ്പനിയാണ്. ഈ കമ്പനി മീറ്ററുകൾ ഉണ്ടാക്കുക മാത്രമല്ല, ഒരു അഡ്വാൻസ്ഡ് മീറ്ററിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് പ്രൊവൈഡർ കൂടിയാണ്. അതിന്റെ അർത്ഥം അവർ ഒരു യൂട്ടിലിറ്റിക്കായിട്ട് മുഴുവൻ മീറ്ററിംഗ് സിസ്റ്റവും ഇൻസ്റ്റാൾ ചെയ്യാനും മാനേജ് ചെയ്യാനും സാധാരണയായിട്ട് 8 മുതൽ 10 വർഷം വരെ നീളുന്ന ലോങ് ടൈം കോൺട്രാക്ടുകളിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ബിസിനസ് മോഡൽ അവർക്കൊരു നല്ല റവന്യൂ വിസിബിലിറ്റി നൽകുന്നുണ്ട്. 2026 തുടക്കത്തിൽ ജീനസ് പവർ 27,000 കോടിയിലധികം വരുന്ന വലിയ ഓർഡർ ബുക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. വരും വർഷങ്ങളിലെ ഗ്രോത്തിന് വ്യക്തമായിട്ടുള്ള വഴി ഈ ഒരു ഓർഡറുകൾ കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു ഗവൺമെന്റ് പെൻഡിംഗ് സൈക്കിളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കൺഫേം ഓർഡറുകളുള്ള ഒരു കമ്പനിയുടെ സ്റ്റോറിയാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. നല്ല രീതിയിൽ തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന മറ്റൊരു കമ്പനിയാണ് HBL ഇലക്ട്രിക് ആൻഡ് പവർ. അവർ സ്മാർട്ട് മീറ്ററുകൾക്കായിട്ട് വലിയ കോൺട്രാക്ടുകൾ നേടുന്നുണ്ട്. ജീനസിനേക്കാൾ ചെറുതാണെങ്കിലും HBL അതിന്റെ ഓർഡർ ബുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് 3,500 കോടിക്ക് മുകളിലാണ് അവരുടെ ഓർഡർ ബുക്ക്. പുതിയ മീറ്റർ ഓർഡറുകളാണ് അതിൽ ഏറ്റവും പ്രധാനം.
എനർജി വിപ്ലവത്തിന്റെ എക്വിപ്മെന്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പുതിയ എനർജി ഗ്രിഡിന്റെ ഡിജിറ്റൽ ഫൗണ്ടേഷൻ പണിയുന്നതിന്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ടൂൾസ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളെ നമ്മൾ കണ്ടുപിടിക്കുകയും കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് നല്ലൊരു സ്ട്രാറ്റജിയായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇനി നമുക്ക് റിയൽ ടൈമിൽ കറണ്ട് അളക്കാൻ പറ്റുന്ന സ്മാർട്ട് ഗ്രിഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? നിങ്ങൾ അത് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നു. ഇത് നമ്മളെ രണ്ടാമത്തെ ഹിഡൻ എക്കോസിസ്റ്റത്തിലേക്ക് എത്തിക്കുകയാണ്, ഡിജിറ്റൽ എനർജി എക്സ്ചേഞ്ചുകൾ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്റ്റോക്കുകൾക്ക് NSE എങ്ങനെയാണോ അതുപോലെയാണ് പവറിന് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് അഥവാ IEX. ഇതൊരു എനർജി സ്റ്റോക്ക് മാർക്കറ്റ് ആണ്. IEX ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഓപ്പറേറ്റ് ചെയ്യുന്നു. അവിടെ സോളാർ ഫാമുകൾ പോലെയുള്ള പവർ പ്രൊഡ്യൂസർമാർക്ക് അവരുടെ കയ്യിലുള്ള എക്സ്ട്രാ പവർ വലിയ ഫാക്ടറികൾക്കോ അല്ലെങ്കിൽ പവർ കുറവുള്ള മറ്റ് സ്റ്റേറ്റുകൾക്കോ ഒക്കെ വിൽക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇതിപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത് എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. കൂടുതൽ റിന്യൂവബിൾ എനർജി വരുന്നതോടെ പവർ സപ്ലൈ കൂടുതൽ ഡൈനാമിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന് ഉച്ചയ്ക്ക് 2 മണിക്ക് സോളാർ പവർ കൂടുതലായിരിക്കാം, എന്നാൽ വൈകുന്നേരം 7 മണിക്ക് അത്രയധികം ഉണ്ടാവണമെന്നില്ല. ഈ ഒരു ഷോർട്ട് ടൈം ഗ്യാപ്പുകൾ മാർക്കറ്റ് തീരുമാനിക്കുന്ന വിലയ്ക്ക് ഫില്ല് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് IEX കൊടുക്കുന്നത്. നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ IEXന് ഏകദേശം ഒരു മൊണോപോളി തന്നെയാണ്. ഇന്നും ഡേ ഹെഡ് മാർക്കറ്റ് പോലെയുള്ള പ്രധാന സെഗ്മെന്റുകളിൽ 85% മാർക്കറ്റ് ഷെയർ അവർക്ക് തന്നെയാണ്. ശക്തമായിട്ടുള്ള നെറ്റ്വർക്ക് എഫക്ട് ഉണ്ടാകുന്നു. അതിന്റെ ബിസിനസ് മോഡലും വളരെ പ്രോഫിറ്റബിൾ ആണ്. ഒരു ഹൈ ഓപ്പറേറ്റിംഗ് മാർജിനുള്ള ഏകദേശം 70 തൊട്ട് 80% റേഞ്ചിൽ വരുന്ന ഒരു ടെക് പ്ലാറ്റ്ഫോം ആണ്. കൂടാതെ ഇതൊരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. ഓരോ തവണ പവർ ട്രേഡ് ചെയ്യുമ്പോഴും IEXന് ഒരു ട്രാൻസാക്ഷൻ ഫീസ് കിട്ടും. അതുകൊണ്ട് എനർജി മാർക്കറ്റ് കൂടുതൽ കോംപ്ലക്സും വോളറ്റൈലും ആകുമ്പോൾ അതിന്റെ പ്ലാറ്റ്ഫോം കൂടുതൽ വാല്യൂബിൾ ആയി മാറുകയാണ്. അപ്പോൾ കഥ അവിടെ തീരുന്നില്ല. വർഷങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം പവറിന്റെ ഫിനാൻഷ്യലൈസേഷൻ അവസാനം ഇവിടെ എത്തിയിരിക്കുകയാണ്, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ടുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വലിയ കൺസ്യൂമേഴ്സിനും പ്രൊഡ്യൂസർമാർക്കും വിലയിൽ ഉണ്ടാവുന്ന വോളറ്റാലിറ്റിക്കെതിരെ ഹെഡ്ജ് ചെയ്യാൻ സഹായിക്കും. ഒരു പുതിയ മാർക്കറ്റാണ്, ട്രാക്ഷൻ കിട്ടാൻ സമയമെടുക്കുമെങ്കിലും കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതിന്റെ ഒരു ക്ലിയർ സിഗ്നൽ നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പഴയ സിമ്പിൾ യൂട്ടിലിറ്റി ബില്ലിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് പവറിനെ ഒരു ട്രേഡബിൾ കമ്മോഡിറ്റി ആയിട്ട് മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ്. അപ്പൊ ഇനി നമുക്ക് ആ ഒരു റിസ്ക് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് എക്സൈറ്റഡ് ആവുന്നതിന് മുമ്പ് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റിയും റിസ്ക്കും ഒരേ കോയിനിന്റെ 2 വശങ്ങൾ തന്നെയാണ്, ഗവൺമെന്റ് പോളിസിയും അതിന്റെ എക്സിക്യൂഷൻ. ജീനസ് പവർ, HPL ഇലക്ട്രിക് പോലെയുള്ള സ്മാർട്ട് മീറ്റർ കമ്പനികളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ റിസ്ക് ഈ ഒരു പണികൾ കറക്റ്റ് സമയത്ത് തീർക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു പ്രോജക്ട് നടപ്പാക്കുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. പ്രോജക്ടുകളിൽ വരുന്ന ഡിലേ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുള്ള ഒരു പേയ്മെന്റ് ഷെഡ്യൂളിലെ മാറ്റങ്ങൾ, ഇതൊക്കെ അവരുടെ ആ ഒരു റവന്യൂവിനെ കാര്യമായിട്ട് ബാധിക്കാം. അവരുടെ സ്റ്റോക്ക് പ്രൈസുകളിൽ വലിയൊരു കുതിപ്പിന് ശേഷം ഇതൊന്നും ഇപ്പോൾ ചീപ്പല്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻവെസ്റ്റേഴ്സ് ഫ്യൂച്ചറിലെ വലിയ ഗ്രോത്ത് ഇതിനകം പ്രൈസിംഗ് ചെയ്തിട്ടുണ്ട്. അതിനാൽ ഏതൊരു ഡിസപ്പോയിന്റ്മെന്റും ഒരു വലിയ കറക്ഷന് കാരണമാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിന്റെ കാര്യത്തിൽ റിസ്ക് റെഗുലേറ്ററി ആണ്. വർഷങ്ങളായിട്ട് അതിന്റെ ഡോമിനന്റ് പൊസിഷൻ ആരും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അത് മാറുകയാണ്. എല്ലാ പവർ എക്സ്ചേഞ്ചുകളിലും ഒരൊറ്റ യൂണിഫോംഡ് പ്രൈസ് ഉണ്ടാക്കുന്ന മാർക്കറ്റ് കപ്ലിംഗ് എന്നൊരു സിസ്റ്റം കൊണ്ടുവരാൻ റെഗുലേറ്റർമാർ ഇപ്പോൾ തന്നെ ആക്റ്റീവായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് IEXന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജിനെയും മാർക്കറ്റ് ഷെയറിനെയും ഇല്ലാതാക്കാൻ സാധ്യതയുള്ള ഒരു വലിയ സ്ട്രക്ചറൽ മാറ്റമായിട്ട് കരുതാം. കോമ്പറ്റീഷനും പതിയെ ചൂടുപിടിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, വലിയ ചിത്രം അട്രാക്റ്റീവ് ആണെങ്കിലും എക്സിക്യൂഷൻ, റെഗുലേഷൻ, കോമ്പറ്റീഷൻ പോലെയുള്ള പ്രാക്ടിക്കൽ റിസ്കുകൾ വളരെ റിയൽ ആണ്. ഹൈ വാല്യുവേഷൻ നിലനിർത്തണമെങ്കിൽ പെർഫോമൻസ് പെർഫെക്റ്റ് ആയിരിക്കണം. കൂടാതെ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ഘടകങ്ങളെ കൃത്യമായിട്ട് അതുപോലെ തന്നെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. മാർക്കറ്റിലെ ഭൂരിഭാഗം പേരും സോളാർ പാനലുകളും വിൻഡ്മില്ലുകളുടെയും അട്രാക്ഷനിൽ ശ്രദ്ധിക്കുമ്പോൾ ഒരു സൈലന്റ് അല്ലെങ്കിൽ അതിലും വലിയൊരു റവല്യൂഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ഇന്ത്യൻ എനർജി സെക്ടറിലെ യഥാർത്ഥ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് പവറിന്റെ ഡിജിറ്റൈസേഷൻ, മാനേജ്മെന്റ്, ഫിനാൻഷ്യലൈസേഷൻ എന്നിവയിലൂടെയാണ്. ഓപ്പർച്യൂണിറ്റി എനർജി ഉപയോഗിക്കുന്നത് മാത്രമല്ല, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ അത് ട്രേഡ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ടാക്കുന്നതിലാണ്. അപ്പോൾ ഇവരാണ് ഇന്ത്യയുടെ എനർജി റവല്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്ന ഹിഡൻ പ്ലേയേഴ്സ് അല്ലെങ്കിൽ സീക്രട്ട് സ്റ്റോക്കുകൾ. നിങ്ങളുടെ ഇലക്ട്രിസിറ്റി മീറ്റർ ഒരു സ്മാർട്ട് ഫിനാൻഷ്യൽ ഡിവൈസും പവർ ഡൈനാമിക് ട്രേഡബിൾ അസറ്റുമായിട്ട് മാറുന്ന ഒരു ഫ്യൂച്ചറിനാണ് ഇവർ ഫൗണ്ടേഷൻ എടുത്തത്. ഇന്ത്യയുടെ റീവയറിംഗ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. സ്മാർട്ട് മണി ആ ഫ്ലോവിനെയാണ് ഫോളോ ചെയ്യുന്നത്. ഇനി ശരിക്കുള്ള ചോദ്യത്തിലേക്ക് വരാം. ഈ ഒരു മാറ്റം കംപ്ലീറ്റ്ലി പുതിയൊരു എനർജി ലാൻഡ്സ്കേപ്പ് ഉണ്ടാകുമെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതോ പഴയ വലിയ കമ്പനികൾ ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ കൺട്രോൾ അങ്ങനെ തന്നെ നിലനിർത്താനുള്ള സാധ്യതകൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്? ഡീസെൻട്രലൈസ്ഡ്, ഡിജിറ്റലൈസ്ഡ് ഗ്രിഡ് ആണ് ഫ്യൂച്ചർ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ്
ആയിട്ട് അറിയിക്കുക. ട്രഡീഷണൽ യൂട്ടിലിറ്റികൾക്ക് അവസാനം അഡാപ്റ്റ് ചെയ്ത് ജയിക്കണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി പവർ എന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് കൂടി അറിയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു എനർജി സെക്ടറിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനിയും അനാലിസിസ് ചെയ്യാറുണ്ട്. ഓരോ കമ്പനികളെ സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്ന വീഡിയോകളിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ എനർജി സെക്ടറിന്റെ ഈ ഒരു ഓവറോൾ ഡീറ്റെയിൽസ് തരുന്ന ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.